ഹലോ ഗുമീസ്, സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ രണ്ടാം കിരീടം എന്ന സ്വപ്നം അവസാനിപ്പിച്ച് രാജസ്ഥാൻ റോയൽസ് ഇന്നലെ മുള്ളൻപൂരിൽ ചേർന്ന എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 47 റൺസിൽ തകർത്താണ് രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സിൻ്റെ രണ്ടാം കിരീടം എന്നുള്ള ആ ഒരു ലക്ഷ്യം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 6 തവണയും സൺറൈസേഴ്സിനോട് ഏറ്റുമുട്ടിയപ്പോൾ രാജസ്ഥാൻ റോയൽസ് തോൽവി ഏറ്റുവാങ്ങിയായിരുന്നു. ആ ഒരു ലോസിംഗ് സ്ട്രീക്കിന് കൂടി അവസാനം കൊടുക്കുകയായിരുന്നു ഇന്നലത്തെ മത്സരത്തോടുകൂടി രാജസ്ഥാൻ റോയൽസ്. പിന്നെ പ്ലേ ഓഫിൽ ഒരു ടീം നേടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ ടോട്ടൽ കൂടിയായിരുന്നു ഇന്നലെ പിറന്നത്. ആദ്യത്തെ ടോട്ടൽ കഴിഞ്ഞ ക്വാളിഫയർ 1 ബാംഗ്ലൂരിൽ നേടിയ ഒരു 254 റൺസ്. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ രണ്ടാം ടോട്ടലും പിറന്നിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ആദ്യ ഇന്നിങ്സിൽ 243 റൺസാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരെ നേടിയത്. നല്ല രാജസ്ഥാൻ ആ ഒരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിക്കാൻ സാധിച്ച മറ്റാരുമല്ല, വണ്ടർ കിഡ് എന്ന് വിളിപ്പേരുള്ള ദ യങ് ആൻഡ് വൈബ്രന്റ് വൈഭവ് സൂര്യവംശി തന്നെയാണ്. ഇന്നലെ വെറും 29 പന്തിൽ നിന്ന് 12 സിക്സും 5 ഫോറും ഉൾപ്പെടെ 97 റൺസാണ് ഇന്നലെ വൈഭവ് സൂര്യവംശി അടിച്ചെടുത്തത്. സൺറൈസേഴ്സിനെ തൂക്കി എറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. പവർ പ്ലേയിലൊക്കെ അടിയായിരുന്നു ഇന്നലെ സൂര്യവംശി. വെറും 15 പന്തിൽ നിന്നാണ് ഇന്നലെ സൂര്യവംശി അർദ്ധശതമാനം കഴിച്ചത്. അപ്പോൾ തന്നെ ഗെയിലിൻ്റെ 59 സിക്സ് എന്ന റെക്കോർഡും ഇന്നലെ സൂര്യവംശി മറികടന്നു. അങ്ങനെ ഗെയിലിൻ്റെ മറ്റൊരു റെക്കോർഡായി 30 പന്തിൽ സെഞ്ചുറി എന്നുള്ള ആ ഒരു റെക്കോർഡും കൂടി ഭേദിക്കാൻ ഒരുങ്ങുന്നതിനിടെ പ്രഫുൽ ഹിഞ്ച് എറിഞ്ഞ ഓവറിൽ സ്മരൺ ഡിവിഷൻ തന്നെ പിടികൊടുത്ത് വൈഭവ് സൂര്യവംശി വീഴുന്നു. 28 പന്തിൽ 97 നിൽക്കുകയായിരുന്നു ആ ഒരു ഔട്ടാവല്. അത് ശരിക്കും ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. അത് നമുക്ക് കാണാമായിരുന്നു വൈഭവ് സൂര്യവംശിയുടെ മുഖത്ത്. അതായത് ഗെയിലിൻ്റെ മറ്റൊരു റെക്കോർഡ് കൂടി മറികടക്കാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു വൈഭവ് സൂര്യവംശി, ഗെയിലിൻ്റെ റെക്കോർഡ് ഞാൻ മറികടക്കും, ഒരു ഇന്നിങ്സ് തന്നെ 200 റൺ ഞാൻ പൂർത്തിയാക്കുന്നൊക്കെ വൈഭവ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതിനോട് അനുസ്മരിക്കും വിധം തന്നെയായിരുന്നു വൈഭവിൻ്റെ ഒരു ബാറ്റിംഗ് ഇന്നലത്തേത്. അങ്ങനെ 97 റൺസിന് വൈഭവ് ഇന്നലെ പുറത്താവുകയായിരുന്നു. ഇന്നലെ രാജസ്ഥാൻ്റെ ഓപ്പണേഴ്സായ വൈഭവ് സൂര്യവംശി ജസ്റ്റിസ് ജയ്സ്വാളും നേടിയിട്ടത് ഒരേ പന്തുകൾ തന്നെയായിരുന്നു, 29 പന്തുകൾ. ജസ്റ്റിസ് ജയ്സ്വാൾ 29 പന്തിൽ നിന്ന് 29 റൺസ് നേടിയപ്പോൾ വൈഭവ് സൂര്യവംശി 29 പന്തിൽ നിന്ന് നേടിയത് അതിൻ്റെ 3 ഇരട്ടി റണ്ണ്, 97 റൺസ്. അതായത് സൂര്യവംശിക്കൊരു ചെറിയൊരു സപ്പോർട്ടീവ് റോളായിരുന്നു ജയ്സ്വാളിൻ്റെ ഇന്നലത്തെ. പക്ഷേ പവർ പ്ലേയിൽ തന്നെ രാജസ്ഥാൻ കൂടെ 80 കടന്നു. അതുപോലെ തന്നെ ഇരുവരും കൂടി ഒന്നാം വിക്കറ്റിൽ തന്നെ 125 റൺസ് കൂട്ടിച്ചേർത്ത ശേഷമാണ് മടങ്ങുന്നത്. പിന്നീട് വന്ന ധ്രുവ് ജൂഡലും ക്യാപ്റ്റൻ റിയാൻ പരാഗും ചേർന്ന് രാജസ്ഥാൻ ഇന്നിങ്സിൻ്റെ ആ ഒരു പേസ് ഒട്ടും കുറയ്ക്കാതെ തന്നെ രാജസ്ഥാൻ സ്കോർ 200 കടത്തായിരുന്നു. ഇവിടെ 15 ഓവറിൽ തന്നെ രാജസ്ഥാൻ്റെ ടീം ടോട്ടൽ 200 കടന്നു. ഒരു പക്ഷേ ഇന്നലത്തെ, അതായത് കഴിഞ്ഞ ക്വാളിഫയർ 1 RCB സ്കോറായി 255 റൺസ് മറികടക്കുമെന്ന് തോന്നിച്ചെങ്കിലും അവസാന ഓവറുകളിൽ നല്ല രീതിയിൽ പന്തെറിഞ്ഞ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാന് 243 എന്നൊരു ടോട്ടലിൽ ഒതുക്കിയായിരുന്നു. 243-8 എന്ന നിലയിൽ നിന്നാണ് ഇന്നലെ രാജസ്ഥാൻ റോയൽസ് അവരുടെ ബാറ്റിംഗ് ഇന്നിങ്സ് അവസാനിപ്പിച്ചത്. ഇന്നലെ സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ക്യാപ്റ്റനും ഓസ്ട്രേലിയൻ പേസറുമായ പാറ്റ് കമിൻസ് ഇന്നലെ 4 ഓവർ വിട്ടുകൊടുത്തത് 64 റൺസാണ്. ഒരു വിക്കറ്റ് പോലും ഇന്നലെ പാറ്റ് കമിൻസിന് നേടായില്ലേ. വളരെ ഒരു മോശം ബോളിംഗ് തന്നെയായിരുന്നു ഇന്നലെ പാറ്റ് കമിൻസിന് പുറത്ത് കണ്ടത്. വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിങ്ങിൻ്റെ ചൂട് ഇന്നലെ ശരിക്കും പാറ്റ് കമിൻസ് അറിഞ്ഞു. ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ എന്നുള്ളൊരു റെസ്പെക്റ്റ് പോലും ഇന്നലെ സൂര്യവംശി പാറ്റ് കമിൻസിന് കൊടുത്തില്ല എന്നാണ് വാസ്തവം. കുറച്ചുകൂടി ഒരു ഭേദപ്പെട്ട ഒരു ബോളിംഗ് കാഴ്ചവെച്ചത് പ്രഫുൽ ഹിഞ്ചിയാണ്. 4 ഓവറിൽ അല്പം എക്സ്പെൻസീവ് ആയെങ്കിലും 3 വിക്കറ്റുകൾ നേടാൻ പ്രഫുൽ ഹിഞ്ചിക്ക് സാധിച്ചു. അങ്ങനെ രാജസ്ഥാൻ്റെ 243 എന്ന സ്കോർ മറികടക്കാൻ ഇറങ്ങിയ അഭിഷേക് ശർമ്മയെ ആദ്യ ഓവറിലെ 2ാം ബോളിൽ തന്നെ പുറത്താക്കി ജോഫ്ര ആർച്ചറിൻ്റെ ആദ്യത്തെ അടി. സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ടീം ഉടമയായ കാവ്യമാലാൻ്റെ മുഖത്തെ മാനത ഇന്നലെ മത്സരത്തിലൂടെ നീളം കാണായിരുന്നു. അതായത് രാജസ്ഥാൻ ഇന്നിങ്സിൻ്റെ തുടക്കം മുതൽ തന്നെ വൈഭവിൻ്റെ അടി തുടങ്ങിയപ്പോൾ തൊട്ട് പുള്ളിക്കാരി ഡൗണാണ്. അപ്പോൾ ഇന്നലെ സൺറൈസേഴ്സിൻ്റെ ബാറ്റിങ്ങിൽ ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മ പോയതോടുകൂടി ആ ഒരു മാനത കൂടുതൽ വ്യക്തമായി. ആദ്യ ഓവറിൽ തന്നെ അഭിഷേക് ശർമ്മയെ മുടക്കി ആർച്ചർ സൺറൈസേഴ്സിൻ്റെ ബാറ്റിംഗ് തകർച്ചയിൽ തുടക്കം കൊടുക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് കൊണ്ടുപോയി വന്ന ഇഷാൻ കിഷനും അതുപോലെ തന്നെ ട്രാവിസ് ഹെഡും ചേർന്ന് ഒരു എക്സ്പ്ലോസീവ് ബാറ്റിംഗ് തന്നെ അവിടെ കാഴ്ചവെക്കുകയായിരുന്നു. വെറും 3 ഓവറിനുള്ളിൽ തന്നെ സൺറൈസേഴ്സ് സ്കോർ 50 റൺസ് കിടത്തി. എന്നാൽ പിന്നീട് ജോഫ്ര ആർച്ചർ തന്നെ ഇഷാൻ കിഷനെ പുറത്താക്കി ആ ഒരു എക്സ്പ്ലോസീവ് ബാറ്റിങ്ങിന് അന്ത്യം കൊടുക്കുകയായിരുന്നു. തൊട്ടടുത്ത ഓവറിൽ തന്നെ സ്മരൺ ജയചന്ദ്രനെ അതുപോലെ പിന്നത്തെ ഓവറിൽ ട്രാവിസ് ഹെഡിനും വീഴ്ത്തോടി സൺറൈസേഴ്സ് സ്കോർ 57-4 എന്ന നിലയിലേക്ക് വീഴുകയാണ്. എന്നാൽ ഈ 4 വിക്കറ്റ് വീണിട്ടും സൺറൈസേഴ്സ് ഹൈദരാബാദിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, അത് ഹെൻറി ക്ലാസനിലായിരുന്നു. എന്നാൽ ഹെൻറി ക്ലാസനിലുണ്ടായിരുന്ന ആ ഒരു പ്രതീക്ഷ അവസാനിപ്പിച്ച് രാജസ്ഥാൻ സ്പിന്നറായ യശ് രാജ്പൂന വിക്കറ്റിന് മുന്നിൽ കുടുക്കി ഹെൻറി ക്ലാസനെ നല്ല പുറത്താക്കിയായിരുന്നു. ഹെൻറി ക്ലാസന് നല്ല 18 റൺസ് മാത്രമേ സൺറൈസേഴ്സ് ഹൈദരാബാദിന് വേണ്ടി നേടാൻ സാധിച്ചിട്ടുള്ളൂ.
അങ്ങനെ 81-5 എന്ന നിലയിലേക്ക് സൺറൈസേഴ്സ് സ്കോർ വീണു. സൺറൈസേഴ്സ് ഹൈദരാബാദി തോൽവി ഏകദേശം മണത്ത നിമിഷം തന്നെയായിരുന്നു. എന്നാൽ 6ാം വിക്കറ്റിൽ ഒത്തുചേർന്ന നിതീഷ് കുമാർ റെഡ്ഡി സലീൽ അറോളും ചേർന്ന് സൺറൈസേഴ്സിനെ ആ ഒരു ബാറ്റിംഗ് തകർച്ചയിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 6ാം വിക്കറ്റിൽ ഇരുവരും കൂടി 56 റൺസാണ് സൺറൈസേഴ്സിന് വേണ്ടി കൂട്ടിച്ചേർത്തത്. എന്നാൽ ആ ഒരു രക്ഷാപ്രവർത്തനം നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കി സർ ജഡേജ അവസാനിപ്പിക്കുകയായിരുന്നു. നിതീഷ് കുമാർ റെഡ്ഡിയെ പുറത്താക്കിയ ശേഷം തൻ്റെ പുഷ്പ സ്റ്റൈൽ സെലിബ്രേഷനൊക്കെ ഇന്നലെ ജഡേജ ഭാഗത്തു നിന്ന് കണ്ടു. പിന്നീട് വന്ന പാറ്റ് കമിൻസ്, അതായത് ക്യാപ്റ്റൻ പാറ്റ് കമിൻസ് ജസ്റ്റ് ഒന്ന് വന്ന് മുഖം കാണിച്ചു പോയി. 4 റൺസ് മാത്രം. ഇന്നലെ പാറ്റ് കമിൻസ് ഓവറോൾ വളരെ മോശം പ്രകടനമാണ് തൻ്റെ സ്വന്തം ടീമിന് വേണ്ടി ഇന്നലെ കാഴ്ചവെച്ചത്. പിന്നീട് 15ാം ഓവറിൽ സലീൽ അറോറയും രവീന്ദ്ര ജഡേജ തന്നെ പുറത്താക്കി ഓടി സൺറൈസേഴ്സ് മത്സരം തോൽവി ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ വെറും 196 റൺസിന് സൺറൈസേഴ്സ് ബാറ്റർമാരെല്ലാവരും ഓൾ ഔട്ടായി പോയിരുന്നു. രാജസ്ഥാൻ റോയൽസിന് 47 റൺസിൻ്റെ ഗംഭീര വിജയം. അടുത്ത മത്സരം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ ആയിരിക്കും രാജസ്ഥാൻ നേരിടുക. അങ്ങനെ ഗുജറാത്തിനെയും തോൽപ്പിച്ച് ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടുന്നതായിരിക്കും രാജസ്ഥാൻ റോയൽസിൻ്റെ ഇനിയുള്ള ശ്രമം. അപ്പോൾ വൈഭവിനി കത്തിക്കയറുന്നൊക്കെ നമുക്ക് കാണാം. കാരണം ഇന്നലത്തെ കിഡിലും ബാറ്റിംഗ് തന്നെയായിരുന്നു. അറഞ്ചം പുറഞ്ചം അടിക്കുക എന്നൊക്കെ പറയില്ലേ, അമ്മതിരടിയെന്നുള്ള സൂര്യൻഷിയുടെ വക ആ ഒരു ബാറ്റിംഗ് പെർഫോമൻസ് ഇനിയും കാണാൻ സാധിക്കുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ അടുത്തൊരു മാച്ചിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാൻ മധുരയ്ക്കും.